നേരത്തെ ഒരിക്കൽ കോട്ടയത്ത് പോയ വഴിക്ക് ബൈപ്പാസ് കഴിഞ്ഞ് ഇറക്കുന്ന സ്ഥലത്ത് ഒരു കുഞ്ഞു പാർക്ക് കണ്ടിരുന്നു കേട്ടോ. ഒരു വൺ ഡേ ട്രിപ്പൊക്കെ പോകാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലം. പിന്നെ അങ്ങോട്ട് മക്കളുമായിട്ട് പോവാ കേട്ടോ. വണ്ടിയിലോട്ട് കയറിയപ്പോൾ തന്നെ കിച്ചാപ്പി പറഞ്ഞു അമ്മയെ ചോറ് എന്നിട്ട് പോകാൻ. അങ്ങനെ ഞങ്ങൾ നേരെ ഹരിപ്പാട് സഞ്ചാരിലെത്തി കേട്ടോ. വീഡിയോ എടുക്കുന്നത് തീരെ ഇഷ്ടമല്ല കേട്ടോ കിച്ചാപ്പിക്ക്. എപ്പോൾ വീഡിയോ എടുത്താലും അവൻ അങ്ങ് തിരിഞ്ഞിരിക്കും. അങ്ങനെ ഒരു ചട്ടി നിറച്ച് ചട്ടിച്ചത് വന്നിരിക്കുക കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ബീഫും മത്തി വറുത്തതും പിന്നെ എല്ലാ കറികളും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് അത് കഴിച്ചേ. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഏകദേശം ഉച്ചയായപ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് തിരിച്ച് ഇങ്ങ് കോട്ടയത്ത് എത്തിയപ്പോഴത്തേക്കും ഒരു 1-2 മണിയൊക്കെ ആയി കേട്ടോ. പക്ഷേ നല്ലോണം എൻജോയ് ചെയ്തേട്ടോ ഇവരൊക്കെ. നല്ല രസമായിരുന്നു. ഇവിടെ ഒരു വാട്ടർ തീം പാർക്കൊക്കെ ഉണ്ട്, വാട്ടർ തീം റൈഡ് ഉണ്ട്. പക്ഷെ അതിനകത്ത് അധികം ആരും ഇറങ്ങുന്നില്ല, കാരണം അത് അത്ര വൃത്തിയായിട്ട് എനിക്ക് തോന്നിയില്ല. ബാക്കി എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. ഈ സ്പീഡിൽ പോകുന്ന ഈ 3 പേരും പ്രോ ഡ്രൈവേഴ്സാണ് കേട്ടോ. ഡ്രൈവർമാരാവാൻ വേണ്ടിയാണ് ഈ പോകുന്നത്. ആദ്യം ഞങ്ങൾ ഇവൻ്റെ കയ്യിൽ ഈ വണ്ടി കൊടുത്തപ്പോഴത്തേക്കും ശരിക്കും ഞാൻ പേടിച്ചു. ഇവനെങ്ങാണ്ട് ഇനി ഓടിക്കാൻ അറിയുമോ, എവിടെയെങ്കിലും കൊടുക്കുക മുട്ടുവോ എന്നൊക്കെ ഞാൻ പേടിച്ചു. പക്ഷേ എൻ്റെ എല്ലാ പേടിയും വെറുതെ ആയിരുന്നു. ഇവൻ പോയ വഴി ഞങ്ങൾ കണ്ടില്ല. ഇവനെ തിരക്കി ഞങ്ങൾ കൂടെ ഒരു വണ്ടി എടുത്ത് സാരഥിയായിട്ട് കിച്ചാപ്പി ഫ്രണ്ടിലെടുത്ത് അങ്ങനെ വണ്ടി ഓടിച്ചു. പിന്നെ അപ്പോൾ കാണുന്ന ചെറുത് ഇതുപോലെ മിന്നായം പോലെ ഒന്ന് അതിലെ കൂടെ ഇതിലൂടെ ഒക്കെ പോന്നു. ഞങ്ങൾ ഇവനെ ചേസ് ചെയ്യാനായിട്ട് ഞങ്ങൾ അതിന് പുറകെ പോകുമായിരുന്നു കേട്ടോ. മുന്നിലിരിക്കുകയാണെങ്കിലും കിച്ചാപ്പി വണ്ടി ഓടിക്കുന്നല്ലേ ഇരിക്കുന്നത്. അപ്പം അങ്ങനെ അപ്പോൾ നോക്കി ഞങ്ങൾ വണ്ടി ഓടിച്ച് ഈ സൈഡിലുള്ള ഡിവൈഡറിലൊക്കെ ഈ വണ്ടി പോയി കയറി ഇത് മറിയേണ്ടായിരുന്നു കേട്ടോ. എങ്കിൽ അപ്പോൾ കിച്ചുവിൻ്റെ കണ്ണ് മൊത്തം ആ വെള്ളത്തിലുണ്ടായിരുന്നു. അവൻ ആ വെള്ളത്തിൽ ഇറങ്ങാൻ മാക്സിമം കിടന്നു നോക്കി. പക്ഷെ ഞങ്ങൾ ഇവനെ കിട്ടണ്ടേ, ഇവൻ്റെ പുറകെ അവരിത് തന്ന 40 മിനിറ്റും കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വണ്ടി മാത്രം തിരിച്ച് ഷെഡിൽ കയറില്ല കേട്ടോ. അപ്പോൾ ഈ വണ്ടി ഏതൊക്കെ കട്ടറിൽ കൂടെ വേണമെങ്കിലും ഏതൊക്കെ പൊക്കത്തിൽ കൂടെ വേണമെങ്കിലും അവൻ നൈസായിട്ട് ഉണ്ടെന്നുണ്ട്. ഞങ്ങൾ 2 പേര് കയറിയപ്പോൾ തന്നെ 100-200 കിലോ വെയിറ്റ് ആയതുകൊണ്ട് ഇതൊട്ടും നീങ്ങുന്നില്ലായിരുന്നു. പിന്നെ ഈ പ്രായത്തിൽ തന്നെ മക്കൾ ഓടിക്കുന്ന വണ്ടി കയറി യാത്ര ചെയ്യാനുള്ള സൗഭാഗ്യമായിട്ടുണ്ടായി. ഏട്ടനാണ് ഏറ്റവും കൂടുതൽ ഇളക്കം. ഈ സകല വണ്ടിയിലും കയറിയപ്പോൾ എല്ലാം ഏട്ടനെ ഓടിക്കണം. ഈ ഡ്രൈവർമാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇരുന്നും കിടന്നൊക്കെ ഓടിക്കുമായിരുന്നു. ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ ഇട്ട് തരാം കേട്ടോ. അപ്പോൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. ഈ വണ്ടിയൊക്കെ നല്ല നമ്മളെയും കൂടെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല വെയിറ്റ് ഒക്കെ താങ്ങുന്ന വണ്ടിയാട്ടോ. ഇവന്മാരെല്ലാവരും കയറിയിരുന്നില്ല. പിന്നെ ഈ കുതിര അടിപൊളിയാട്ടോ. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കൊക്കെ ഇതിനകത്ത് കയറാൻ ആഗ്രഹം ഉണ്ടെങ്കിലും പക്ഷേ നമ്മളെ കേട്ടത്തില്ല. പിന്നെ ഈ ചേട്ടൻ ഇങ്ങനെ കയറി നിന്നപ്പോഴാണ് ഇങ്ങനത്തെ ഐഡിയ ഉണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചേട്ടോ. കിച്ചനെ പിടിക്കാനായിട്ട് വേണമെങ്കിൽ ജസ്റ്റ് കയറുന്നത് കുറച്ച് ഇറന്തുള്ളായിരുന്നു. പിന്നെ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ചില സിനിമയൊക്കെ ഓർമ്മ വരും. ഇതിങ്ങനെ പോയിട്ട് തിരിച്ച് പിന്നെ കുഞ്ഞുങ്ങളില്ലാതെ ഇത് മാത്രമായിട്ടൊക്കെ വരത്തില്ല. അതൊക്കെ എനിക്ക് ഓർമ്മ വന്നു. അതുകൊണ്ട് ഞാൻ 360 ഡിഗ്രി ആംഗിളിലും ഇവന്മാരെ നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ. ലാസ്റ്റ് കയറി ഈ സാധനത്തിനാണ്. ഇതിനിടയ്ക്ക് കുറച്ച് റൈഡും കൂടെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അടിപൊളിയായിരുന്നു. കൂടുതൽ ഇവിടെ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഈ കുഞ്ഞു ഫാമിലി എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.